അത് എൻ്റെ മകൻ ലണ്ടനിലാണ് പഠിച്ചത്. അപ്പോൾ അവൻ ന്യൂസ് ഫ്ലാഷ് ഇന്ത്യയിൽ ഈ EV ചാർജിങ് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ആ ന്യൂസ് എനിക്ക് വിട്ടു. പക്ഷേ അങ്ങനെ ഇന്ത്യയിൽ ഈ EV ചാർജിങ് ഇത് വരുന്നുണ്ട്, നമുക്ക് ഏതാ കമ്പനി ഉള്ളതെന്നുള്ളത് ഞാൻ നെറ്റിൽ സെർച്ച് ചെയ്തിട്ട് നമുക്ക് അത് ഫ്യൂച്ചറിൽ നല്ല ബെനിഫിറ്റ് ഉള്ളതാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ പറഞ്ഞു ഓക്കെ, ഗോ ഹെഡ്. അപ്പോൾ അങ്ങനെ ഇവിടെ വന്ന് പിന്നെ ഇത് നെറ്റിൽ തിരക്കിയപ്പോൾ ഫസ്റ്റിൽ നമ്മൾ ഗോയിസിയാണ് പ്രിഫർ ചെയ്തത്. അതിൻ്റെ സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ്സിനെ ഞങ്ങൾ അങ്ങോട്ട് വിളിക്കുകയാണ് ഉണ്ടായത്. വന്ന് പിന്നെ നമ്മളായിട്ടുള്ള ഒരു ഫസ്റ്റ് ഇത് കണ്ട് പിന്നെ അവർ പറഞ്ഞ ലൊക്കേഷൻ നല്ലതാണ്, പിന്നെ ഇവിടെ നല്ല ഹോട്ടലുണ്ട്, ക്ലിക്ക് ആവും എന്നുള്ളത് അവർക്ക് കോൺഫിഡൻ്റ് ആയി. വിത്തിൻ 1 മന്തിൻ്റെ ഉള്ളിൽ എല്ലാ ഫെസിലിറ്റീസും ചെയ്തു. അല്ല ആദ്യം 30 ആയിരുന്നു. പിന്നെ കമ്പനിയോട് പറഞ്ഞപ്പോൾ 60 ഉണ്ടെന്ന് പറഞ്ഞു. 60 കഴിഞ്ഞപ്പോൾ അത് ഒരു 2 മാസം കഴിയുമ്പോഴേക്കും 80 കപ്പാസിറ്റി ഉള്ളതുണ്ട്. ഈ വെഹിക്കിൾസ് വന്നാൽ ചാർജ് ചെയ്യാം ഈസി ആയിട്ട്. അപ്പം എന്നാൽ 80 വെച്ചു. ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടിപ്പോൾ ഒരു വർഷം കഴിഞ്ഞല്ലോ. ഇല്ല, എന്നോടും പറഞ്ഞു, ഞാനും എൻ്റെ മകനും മാത്രമാണ് അത് ഫൈനലൈസ് ചെയ്തത്. ഈ മിഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷമാണ് ഫ്രണ്ട്സിനോടൊക്കെ പറയുന്നത്. നല്ല നിലയ്ക്ക് ഒരു ഇൻവിറ്റേഷനൊക്കെ പ്രിന്റ് ചെയ്ത് കുറേ ഫ്രണ്ട്സിനെയൊക്കെ വരുത്തി. ഫസ്റ്റ് റിയാക്ഷൻ അവർക്ക് ഇത് നല്ല ബെനിഫിഷ്യലാണ്. കാരണം വൺസ് ഒരു ഫണ്ട് യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ അത് വർത്തായിരിക്കും എന്നുള്ളത് നമ്മൾ പറഞ്ഞു. കാരണം പിന്നെ ഇത് മെയിൻ ഇത് ഹൈവേ ആയിരിക്കണം, ഓൺ ലാൻഡ് ആയിരിക്കണം. ഓൺ ലാൻഡ് അല്ലെങ്കിൽ നമുക്കിത് ബെനിഫിറ്റ് അല്ല. പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റില് ഈ ഹോട്ടലും മറ്റു സൗകര്യങ്ങളും ഇവിടെ ഉള്ള കാരണം കൊണ്ട് നമുക്ക് അവിടെ ബിസിനസ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്, എങ്ങനെ ഫസ്റ്റ് വരണം എന്നുള്ളതിൻ്റെയൊക്കെ പറ്റിയുള്ള ഐഡിയാസ് ഉണ്ട്. ഇത് കാരണം കൊണ്ട് ഇത്തരം ഫെസിലിറ്റീസ് ഒന്നും ശരിക്കും പറയാച്ചാൽ കമ്പനി പറഞ്ഞിട്ട് ചെയ്തതെന്നല്ല, ഇതൊക്കെ എൻ്റെ ഐഡിയയിൽ കൂടെ ചെയ്തതാണ്. ഇത് ഒരു തലവേദന ഉണ്ടായില്ല. ഞാൻ ഫൈനാൻഷ്യലി സൗണ്ടാണ്. അത് കാരണം കൊണ്ട് കമ്പനി പറയുമ്പോൾ ഫൈനാൻസ് റിലീസ് ചെയ്യുന്നു നമുക്ക്. അതെ, എല്ലാം എനിക്കിപ്പോ ഒരു 120-130 പെർ മന്ത്. പെർ മന്ത് ഉണ്ട്. ഞാൻ ഇവിടെ ഇപ്പം തന്നെ സ്റ്റേറ്റ് ബാങ്കിന്റെ ആള് ബാബു, പുള്ളി കോഴിക്കോടുള്ളതാണ്. ഇവിടെ എനിക്ക് സ്റ്റേറ്റ് ബാങ്കിലായിരുന്നു എൻ്റെ ബാങ്കേഴ്ഷിപ്പ്, അവർ തന്നെയാണ്. അപ്പോൾ അവിടെ വെച്ചിട്ടുള്ള പരിചയമാണ് എൻ്റെ. അപ്പോൾ ഒരു ദിവസം ഇവിടുന്ന് ലഞ്ച് കഴിച്ചു, വണ്ടി ഇവിടെ ചാർജിലിട്ട് പുള്ളി കണ്ട് എല്ലാം. ഇതേമാതിരി ഒരു സ്റ്റേഷൻ ഞാൻ ഒരിടത്തും കണ്ടിട്ടില്ല. കാരണം ഇവിടെ റിലാക്സ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്, ഫാനുണ്ട്, ടെലിഫോൺ ചാർജറുണ്ട്. അപ്പോൾ അതൊക്കെ കേരളത്തിൽ പുള്ളി മൊത്തം കറങ്ങിയിട്ടുള്ള ആളാണ്. ഇത് പറഞ്ഞ് മറ്റൊരിടത്തും ഞാൻ കണ്ടിട്ടില്ല. എങ്ങൊക്കെ കുറെ മെഷീൻസ് വെച്ചിട്ടുണ്ടെന്നല്ലാണ്ട് ഒരാൾ പോലും അത് കെയർ ചെയ്യാനും ഇല്ല. കെയർ ചെയ്യേണ്ട എന്തെങ്കിലും ഒരു കാര്യം, ഒരു കാപ്പി കുടിക്കാനോ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാനോ ഇന്ന് ടോയ്ലറ്റിൽ പോകാനുള്ള സൗകര്യമൊന്നുമില്ല. ഇവിടെ അതെല്ലാം ഉണ്ട്. അതുകൊണ്ട് ഞാനിവിടെ വളരെ ഹാപ്പിയാണെന്ന് പറഞ്ഞു. പിന്നെ വേറെ ഇവിടെ 1-2 എഞ്ചിനീയേഴ്സൊക്കെ ഉണ്ട്, അവരെല്ലാം ഇവിടെ തന്നെ സ്ഥിരം കസ്റ്റമേഴ്സ്. മൈ പ്ലാൻ വൺ മോർ. അപ്പോൾ 2 വണ്ടിയും കൂടെ ഞാൻ പാർക്ക് ചെയ്യും. ഇവിടെ പുള്ളി കവേർഡ് പാർക്കിംഗ് ആക്കും, അതിൻ്റെ മുകളിൽ സോലാർ വരും. അപ്പോൾ ഒരു 60 kV ഒരു മെഷീനും കൂടെ നമുക്ക് പ്ലാൻ ഉണ്ട്. അത് ഈ ഇയറിലില്ല, നെക്സ്റ്റ് ഇയർ. പ്ലാൻ ഈസ് കൺഫേം. അല്ല, ഞാൻ പറയുന്നത് 100% യു ക്യാൻ ഇൻവെസ്റ്റ്. ഇറ്റ് വിൽ നോട്ട് ബി ലോസ്. ഇറ്റ്സ് എ പെർമനന്റ് ഇൻകം. പക്ഷെ അതിനുള്ള അഡീഷണൽ ഫെസിലിറ്റീസ് ഒക്കെ ചെയ്തു കൊടുക്കണം കസ്റ്റമേഴ്സിന്. അതേമാതിരി ഓൺ ലാൻഡ് ആയിരിക്കണം. പിന്നെ സോലാർ വെക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ മോർ ബെനിഫിഷ്യൽ, അല്ലെങ്കിൽ നല്ലൊരു എമൗണ്ട് നമ്മൾ ക്യാഷിലേക്ക് കൊടുക്കും. അതിന് റെഡിയാണ്. സോലാറും കൂടി നിങ്ങൾ ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ ഇറ്റ്സ് വെരി ഗുഡ് ഇൻകം. അത് അന്നത്തെ പേപ്പറിന്റെ ന്യൂസാണ് ഞാൻ പറയുന്നത്. കാരണം ഗവൺമെന്റ് ഇറ്റ്സെൽഫ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് 2030 കൂടിയിട്ട് കേരളത്തില് ഇന്ത്യയിൽ മൊത്തം പെട്രോൾ വെഹിക്കിൾസ് ബിലോ 10% ആവണം. 90% വെഹിക്കിൾസ് റോഡിൽ നിന്ന് അപ്രത്യക്ഷമാവും. പെട്രോൾ സ്റ്റേഷൻസും പോകാനും ബാധിക്കും. അപ്പൊ അതുകൊണ്ട് കമ്പനി ഈസ് ആൾസോ അണ്ടർ കൺസിഡറേഷൻ. ദേ ആർ ആൾസോ ചേഞ്ചിങ് ദിസ്. പെട്രോളിന്റെ മെഷീൻസ് എല്ലാം EV ചാർജർ ആക്കാനുള്ള ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ട് കമ്പനി. എന്നൊക്കെ ആവും എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. ഓൾ കേരള ആണ് അവര്. ഇപ്പൊ 160 ROs കേരളത്തിലുണ്ട്. ഗോയിസിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്ന ആ കാര്യമാണ്.
എൻ്റയർ ലാൻഡ് എൻ്റേതാണ്, ഈ ബിൽഡിംഗ് എൻ്റേതാണ്. പിന്നെ പ്യുവർ വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് ആണ്. വരുന്ന ക്ലയൻറ്റിന് അട്രാക്റ്റ് ചെയ്യാനുള്ള എല്ലാ മോഡേൺ ഫെസിലിറ്റീസും ഞാനിവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വൺസ് ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ അവരൊരിക്കലും മിസ്സാവില്ല. അവർക്ക് സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഉണ്ട്, ടെലിഫോൺ ചാർജർ ഉണ്ട്, 24 hours സെക്യൂരിറ്റി ഉണ്ട്, നല്ല ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, യൂറിനൽ ഫെസിലിറ്റീസ് ഉണ്ട്. ഇന്ന് ഒരു ഹാഫ് ആൻ അവർ റെസ്റ്റ് ചെയ്യാനുള്ള സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഉണ്ട്. അപ്പോൾ എല്ലാ നിലയ്ക്കും നമ്മൾ മാക്സിമം കസ്റ്റമറെ അട്രാക്റ്റ് ചെയ്യാവുന്ന ഫെസിലിറ്റീസ് ഉള്ളത് കൊണ്ട് ഒരിക്കൽ വന്ന കസ്റ്റമർ നെക്സ്റ്റ് ടൈം ഡെഫിനറ്റ് ആയിട്ട് വരും.